ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ മമ്മാസിനും പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നവർക്കൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ ഡയപ്പേഴ്സ് റിവ്യൂ ആണ്. അതായത് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് വാവ് എന്നുള്ള ഈ ഒരു ബ്രാൻഡിൻ്റെ 78 എണ്ണം വരുന്നതാണ്. ഇതുവരെ യൂസ് ചെയ്ത ഡയപ്പേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഇതെനിക്ക് അത്ര ഉണ്ട് ഓക്കെ ആയിട്ടില്ല. ഒരു ബൾക്കി ഫീലാണ് കേട്ടോ. ഇത് ഒരു 6 റുപ്പീസാണ് ഇത് ഒന്നിന് വരുന്നത്. യൂസ് ചെയ്ത് നോക്കുമ്പോൾ റാഷസ് അതുപോലത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. സോഫ്റ്റാണ്, ലൈറ്റ് വെയിറ്റ് ആണ്. പക്ഷേ ഇവരും പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബൾക്കി ആയിട്ട് നിൽക്കുന്നുണ്ട്. 2 മാസം മാത്രമേ ഞാൻ ന്യൂ ബോൺ സൈസ് യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സ്മോൾ സൈസാണ് മേടിക്കാറുള്ളത്. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡയപ്പറാണ് ഈ കഡിൽസിൻ്റെ ഡയപ്പർ. ഇത് ഞാൻ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ് തൊട്ടിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഡയപ്പറാണിത്. ഇതില്ല, സ്റ്റോക്ക് ഔട്ട് ആവുന്ന ടൈമിലാണ് ഞാൻ ബാക്കിയുള്ള ഡയപ്പേഴ്സൊക്കെ യൂസ് ചെയ്യാറുള്ളത്. ഇത് സ്മോൾ സൈസാണ്, 78 എണ്ണം വരുന്നതാണ്. പ്രൈസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം കേട്ടോ. നമ്മൾ ഡയപ്പേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും റാഷസിൻ്റെ ക്രീം യൂസ് ചെയ്യാൻ ഞാൻ ഹിമാലയയുടെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഇത് സോഫ്റ്റ് ആയിട്ടുള്ള ഡയപ്പറാണ്, ലൈറ്റ് വെയിറ്റ് ആണ്. ന്യൂ ബോൺ ബേബീസിന് നമ്മൾ ഡയപ്പർ ചൂസ് ചെയ്യുമ്പോൾ ന്യൂ ബോൺ സൈസ് തന്നെ എടുക്കുക. വല്ലാതെ എക്സ്ട്രാ സൈസ് ഉള്ളതൊന്നും ചൂസ് ചെയ്ത് കറക്റ്റ് സൈസ് ഉള്ളത് എടുക്കണം. പിന്നെ ഈ ഒരു പുക്കൾക്കൊടിയിൽ തട്ടും അങ്ങനത്തെ ഉള്ള പേടിയോ പ്രശ്നമൊന്നും വേണ്ട. ഒത്തിരി താഴെയായിട്ട് തന്നെ കിടക്കുന്നുണ്ടാവുക. വലിയ സൈസ് എടുക്കാതിരിക്കുക. നമുക്ക് എപ്പോഴും അഫോർഡബിൾ ആയിട്ടുള്ളത് ഓൺലൈൻ ത്രൂ വാങ്ങുന്നത് തന്നെയാണ്. ഇപ്പോൾ പാമ്പേഴ്സ് എന്നുള്ള ഒരു ബ്രാൻഡിൻ്റെ ഡയപ്പറിന് വരുന്നത് 10 രൂപ മുതൽ 16 രൂപ വരെയാണ് ആ ഒരു ഡയപ്പറിൻ്റെ റേറ്റ് വരുന്നത്. ഈ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ ക്യാഷ് സ്പെൻഡ് ചെയ്യണത് മെയിൻലി നമ്മൾ ഈ ഒരു ഡയപ്പറിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഈ ഒരു കഡിൽസിൻ്റെ ന്യൂ ബോൺ ഡയപ്പറാണ് കേട്ടോ ഇത്. ഇതിൽ വരുന്നത് 36 എണ്ണമാണ്. 199 റുപ്പീസിനാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. പക്ഷേ 220 വരെയൊക്കെയാണ് റേറ്റ് പോകാറുള്ളൂ. എപ്പോഴും സ്റ്റോക്ക് ഔട്ട് ആവും ഈ ഒരു കഡിൽസിൻ്റെ ഡയപ്പർ. ഓൺലൈനായിട്ട് മേടിക്കുമ്പോൾ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഡയപ്പർ കഴിയാനായി എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ പുതിയ ഡയപ്പറിന് വേണ്ടിയിട്ട് ഓർഡർ കൊടുക്കണം. അത് കഴിഞ്ഞ ടൈമിലൊക്കെ ഞാൻ മേടിച്ചിട്ടുള്ളതാണ്. കഡിൽസ് കഴിയുമ്പോൾ മേടിച്ചിട്ടുള്ളതാണ് ഈ ഹഗ്ഗീസിൻ്റെ ഈ ഒരു ഡയപ്പർ. സ്മോൾ സൈസിൽ 42 എണ്ണം വരുന്ന ഈ ഒരു പാക്കാണ്. പിന്നെ ഇതിൻ്റെ ന്യൂ ബോൺ സൈസും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഡയപ്പറാണ്. 4 to 8 kg വരെയുള്ള ബേബീസിനാണ് സ്മോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഞാൻ കഡിൽസ് കഴിഞ്ഞ സമയത്ത് ന്യൂ ബോൺ യൂസ് ചെയ്യുമ്പോൾ മേടിച്ചിട്ടുള്ള ഡയപ്പറാണിത്. ന്യൂ ബോൺ സൈസാണ്. 28 എണ്ണം വരുന്ന ഈ ഒരു ചെറിയ പാക്ക് മീഷോയിൽ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്യുമ്പോൾ അത് ലോ ക്വാളിറ്റി ആവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെറിയൊരു പാക്കാണ് ഓർഡർ ചെയ്തത് 28 എണ്ണത്തിൻ്റെ. പക്ഷെ നല്ലതായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് ആയിരുന്നു, ലൈറ്റ് വെയിറ്റ് ആയിരുന്നു, ലീക്കേജ് ഇഷ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെയൊക്കെ പുറമെ ഞാൻ പിന്നെ മേടിച്ചിട്ടുള്ളതാണ് ലിറ്റിൽ ഏഞ്ചലിൻ്റെയും മമ്മി പോക്കോ പാൻസിൻ്റെയും. മമ്മി പോക്കോ പാൻസിൻ്റെ ഡയപ്പർ എനിക്ക് അത്ര ഇഷ്ടമല്ല. അത് പ്രൈസും ഉണ്ട്, പിന്നെ ആണെങ്കിൽ അത് നല്ല ബൾക്കി ഫീൽ ചെയ്യുന്ന ഒരു ഡയപ്പറായിട്ടൊക്കെ തോന്നിയത്. പിന്നെ ലീക്കേജിങ്ങും ചെറുതായിട്ടുണ്ടായിരുന്നു. പിന്നെ ലിറ്റിൽ ഏഞ്ചലിൻ്റെ കുഴപ്പമില്ലാത്തൊരു ഡയപ്പറാണ്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്ത ഈ ഒരു ഡയപ്പറൊക്കെ പോലെ തന്നെ. കുട്ടികൾക്ക് എപ്പോഴും കോട്ടൻ്റെ ക്ലോത്ത് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. 90 കഴിയുന്ന മുന്നേ തന്നെ കുട്ടികൾക്ക് ക്ലോത്ത് ഡയപ്പർ നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യരുത്. ഞാൻ 4 മാസം കഴിഞ്ഞിട്ടാണ് കുട്ടിക്ക് ക്ലോത്ത് ഡയപ്പർ സ്റ്റാർട്ട് ചെയ്തത്. അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല ബുദ്ധിമുട്ടാണ്. അവർ റാഷസ് ഉണ്ടാവും, പിന്നെ അവർക്ക് ഒരു തരം ഇച്ചിങ്ങും ഇറിറ്റേഷനും ഒക്കെ ഉണ്ടാവും. അത് അവരെ ഉറക്കത്തിനൊക്കെ ബാധിക്കും. ഇതാണ് ക്ലോത്ത് ഡയപ്പേഴ്സ് ഞാൻ യൂസ് ചെയ്യണത്. ഇതിൻ്റെ പാഡ് എനിക്ക് അത്ര ഓക്കെ അല്ല. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഈ ഒരു പാഡ് മാത്രമേ കേട്ടോ എനിക്ക് ഇഷ്ടപ്പെടാത്തുള്ളൂ. അതിൻ്റെ പകരം ക്ലോത്തും യൂസ് ചെയ്യാം കേട്ടോ. ക്ലോത്ത് ഡയപ്പർ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് അറിയുന്നവരും ഉണ്ട്, അറിയാത്തവരും ഉണ്ട്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അത്. ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൂടെ ഇൻസേർട്ട് ചെയ്തിട്ട് വേണം ഈ ഒരു പാഡ് ഫിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു ഡയപ്പറൊന്നും കുഴപ്പമില്ലാത്ത ഡയപ്പറാണ്. നമ്മൾ ഒരു ഡയപ്പർ വാങ്ങുന്ന പ്രൈസിൽ നമുക്കിത് 4 എണ്ണം കിട്ടുന്നുണ്ട്. കുട്ടികളുടെ സൈസ് അനുസരിച്ച് നമുക്ക് ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. നിങ്ങൾക്ക് പാഡ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ഷോപ്പിൽ നിന്ന് നോക്കിയിട്ട് വാങ്ങാവുന്നതാണ്. ഈ പാഡ് കുറച്ച് ഹെവി ആയതുകൊണ്ട് തന്നെ ഇതേപോലത്തെ പാഡ് നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. ഈ ഒരു പാഡ് ഞാൻ ക്ലോത്ത് ഡയപ്പർ വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ 2 എണ്ണമായിട്ട് കോംബോ ആയിട്ട് കിട്ടിയതാണ്. സോ നല്ല ഒരു ക്ലോത്ത് ഡയപ്പറാണ് കേട്ടോ ഇത്. ഞാൻ പുറത്തുനിന്ന് വാങ്ങിയതാണിത്. അപ്പോൾ ഇങ്ങനത്തെ പാഡാണെങ്കിൽ അത് ബേബീസിന് നല്ല ഓക്കെ ആയിരിക്കും. അപ്പോൾ ഇത്രയ്ക്ക് തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.